ഹലോ, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാലുകളുടെ ബലക്കുറവൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു 10 മിനിറ്റ് വ്യായാമങ്ങളാണ് ഇന്ന് കാണിച്ചു തരുന്നത്. ഞാൻ ഇത് കണക്കുള്ള വീഡിയോസ് നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വീഡിയോകളൊക്കെ കാണാത്ത പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളൊരു 10 മിനിറ്റ് ഈ വ്യായാമങ്ങൾ ദിവസവും ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓടിച്ചാടി നടക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് കണക്ക് ബെഡിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെയർ യൂസ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് വെച്ചാൽ നിങ്ങൾ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നട്ടലൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ട് അതേ കണക്ക് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ തെറ്റിച്ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. ഇതേ കണക്ക് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം കാല്. ഓക്കെ, വളഞ്ഞൊന്നും പോരുത്. ഇങ്ങനൊന്നുമല്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്ക് ഉയർത്തുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഒരു ഹീല് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പതുക്കെ ഇങ്ങനെ മുകളിലോട്ട്, കണ്ടില്ലേ, ഇതേ കണക്ക് മുകളിലോട്ട് കണ്ടേ, ഇതേ കണക്കായിരിക്കണം പൊസിഷൻ. ഓക്കെ, മുകളിലോട്ട് ഈ രീതിയല്ല ഉയർത്തേണ്ടത്. ഇതേ കണക്ക് മുകളിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതേപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 1, സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു. അടുത്ത കാല് ഉയർത്തുന്നു. 2, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതാണത്. 3, സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു. 4, 5, 6, 7, 8, 9, 10, 1, 2. ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഒരു കാലിൽ നമ്മൾ 6 എണ്ണം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കാല് ഉയർത്തിയതിന് ശേഷം ഇതേ കണക്ക് ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ പാദം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ചെയ്യുന്നതിന്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ. നമ്മുടെ തുടകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ഇതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ട ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് സാവധാനത്തിൽ സൈഡിലോട്ട് ഇതേ കണക്ക് കൊണ്ടുപോവുക. ഇതേപോലെ കണ്ടില്ലേ, ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് സൈഡിലോട്ട് കൊണ്ടുപോവുക. കൈകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. ഓക്കെ, നമ്മൾ 12 റെപ്പിറ്റേഷൻ ആണ് ഇങ്ങനെ ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം കാലുകൾ ഇതേ കണക്കൊന്ന് വൈഡ് ചെയ്യുക. സാവധാനം ഇതേപോലെ നിങ്ങൾക്ക് അടുപ്പിക്കാം. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ഹിപ്പ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസും അതന്നെ തന്നെ നമ്മുടെ തുടകളുടെ അകഭാഗവും ഈ ഒരു ഭാഗത്തെ മസിൽസും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ വ്യായാമത്തിലോട്ട് പോയാലോ. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് ഇരിക്കാം. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകളുടെ ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. ബലത്തിൽ പിടിച്ചോളൂ. ഓക്കെ, പ്രശ്നമില്ല. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ഒരു കാല് പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക. കണ്ട, ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം 1, കണ്ടില്ലേ, 2, 3, 4, 5, 6, 7, 8, 9,
10, 1, 2. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു 12 റെപ്പിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം. വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടെ അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2. വീണ്ടും നമ്മൾ 12 പ്രാവശ്യം ചെയ്തു. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ കാലുകളുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഹാംസ്ട്രിങ് ഭാഗമൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും, നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കും. നമുക്ക് നാലാമത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാല് ഇതേ കണക്ക് താഴെ ഞാൻ ഈ വെച്ചിരിക്കുന്ന കണക്ക് ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, കൈകൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. അതിനുശേഷം തന്നെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ കണ്ടില്ലേ, നമ്മുടെ വിരല് താഴെ കുത്തിക്കൊണ്ട് നമ്മുടെ ഉപ്പൂറ്റി ഈ ഒരു ഭാഗം മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. കണ്ടില്ലേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ഒരു 10 നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഫിംഗർ ഭാഗം താഴെ കുത്തിക്കൊണ്ട് ഈ ഒരു ഭാഗം മുകളിലോട്ട് ഉയർത്തി കൊടുത്തു. ഇനിയിപ്പം നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതേ കണക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ നമ്മൾ ഒരു 10 പ്രാവശ്യം ചെയ്തു. റിലാക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്ത കണക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവുകയാണ്. 1, കമാൺ, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ കാണ്ട ഈ ഒരു ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഈ വെരിക്കോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നല്ല ഒരു ബ്ലഡ് ഫ്ലോയും നല്ല ഒരു സ്ട്രെങ്തും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത എക്സസൈസ്. അടുത്തത് ഒരു ഹോൾഡിംഗ് എക്സസൈസ് ആണ്. നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നറിയാനും അതേപോലെ തന്നെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നട്ടലൊക്കെ നിവർക്ക് സ്ട്രെയിറ്റ് ആയിട്ടതിനു ശേഷം കൈകൾ ഇതേ കണക്ക് പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ രണ്ട് കാലുകൾ ഒരേപോലെ ഉയർത്തുക. ഒരേപോലെ ഉയർത്തിയതിന് ശേഷം ഇതേപോലെ ഉള്ള ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, ഇങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നു. റിലാക്സ്. വീണ്ടും മുകളിലോട്ട്. 1, 2, 3, 4, 5. സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും അപ്പ്. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. നല്ല എക്സസൈസ് ആണ്. 1, 2, 3, 4, 5. ഇതേ കണക്ക് നിങ്ങൾ വ്യായാമം ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ വളരെ സ്ട്രെങ്ത് കുറവായിരിക്കും കാലുകൾക്ക്. അപ്പൊ അവർക്ക് ഇതേ കണക്ക് രണ്ട് കാലുകളും ഉയർത്തി ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തോർത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് ഒരു തോർത്ത് എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ച് ഇതേ കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. 5 സെക്കൻഡ് നിങ്ങൾ മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും ഹോൾഡ് ചെയ്ത് പിടിക്കുക. വളരെ നല്ലൊരു എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ഈ മുട്ടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചിങ് ആണ്. ഒരു സ്ട്രെച്ചിങ് ചെയ്യുക, വളരെ നല്ലതായിരിക്കും ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് കാല് ഇതേ കണക്ക് നിങ്ങൾക്ക് കൈകൊണ്ട് ഇതേ കണക്ക് പിടിച്ച് വേണ്ട ഇങ്ങനെ വെക്കാവുന്നതാണ്. ഓക്കെ, ഒരു കാലിന്റെ മുകളിലോട്ട് ഇതേ കണക്ക് നിങ്ങൾ കയറ്റി വെക്കുക. കണ്ടില്ലേ ഞാൻ ഈ വെച്ചേക്കുന്നതാണെങ്കിൽ. അതിനുശേഷം നിങ്ങൾ ഒരു കൈ കൊണ്ടിട്ട് ഈ കാലിനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഒരു 5 സെക്കൻഡ് ഇതേ കണക്ക് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 ഇത്ര മാത്രം മതി. ഓക്കെ, ഇത് നിങ്ങളുടെ തണ്ട ഈ ഒരു ഭാഗത്തെ മസിൽസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു സ്ട്രെച്ചിങ്ങിന് സഹായിക്കും. ഓക്കെ, ഈ തുടഭാഗത്തത് ഈ ഹാംസ്ട്രിങ് മസില്, അതാണ് ഈ ഹിപ്പ് ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതേ കണക്ക് കാല് വെച്ചതിന് ശേഷം കൈകൾ കൊണ്ട് ഇതേ കണക്ക് താഴോട്ടൊന്ന് ചെറുതായിട്ട് പുഷ് ചെയ്യുക സാവധാനത്തിൽ. ഓക്കെ, അതിനുശേഷം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് ഇതേ കണക്ക് ഒന്ന് ഉയർത്തി വെക്കുക. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം ഈ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക ഇതേപോലെ. ഓക്കെ, 1 2 3 4 5 നൈസ്. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കൂടുതൽ സമയമൊന്നും നിങ്ങൾ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചെറിയൊരു സ്ട്രെച്ചിങ്. അപ്പം ഇത്ര വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കാലുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം, ഓക്കെ, നിങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബലമൊക്കെ തിരിച്ചു പിടിക്കാനും ഒക്കെ വളരെ യാതൊരു എക്യുപ്മെന്റ്സുകളോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നശിച്ചു പോയ ഒരു സ്ട്രെങ്ത് ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കാലുകളുടേത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും.